തിരുവനന്തപുരത്ത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള മിന്നൽ പരിശോധനയ്ക്കിടെ ഒരാൾ പിടിയിലായിരിക്കുന്നു. ലഹരി മരുന്നുമായി പെരുമാതുറ സ്വദേശി അസ്റുദ്ദീനാണ് പിടിയിലായത്. തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിലും ബോട്ട് ലാൻഡിംഗ് ഏരിയകളിലും ഇന്ന് പുലർച്ചെയായിരുന്നു പോലീസ് പരിശോധനയ്ക്ക് എത്തിയത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VS അനുരാഗ് ചേരുകയാണ്. അനുരാഗ്, ഓപ്പറേഷൻ ഡി ഹണ്ട് വളരെ കാര്യക്ഷമമായി തന്നെ നടക്കുന്നു എന്നുള്ളതാണ് സർക്കാർ നിയമസഭയിലടക്കം ഉയർത്തിയ ഒരു അവകാശവാദം. ഏതായാലും അത്തരത്തിൽ കാര്യക്ഷമമായ പരിശോധനകൾ തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ വാർത്തകൾ പരിശോധിച്ചാലും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഇതിന്റെ ഭാഗമായി മിന്നൽ പരിശോധനയിൽ ഒരാൾ പിടിയിലായിരിക്കുന്നത്. ഇയാളുടെ മറ്റ് ലഹരി വലകളുമായുള്ള ബന്ധം എന്താണ്? കൂടുതൽ പേർ പിടിയിലാകുവാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ലക്ഷ്മി, തീരപ്രദേശങ്ങളിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മിന്നൽ പരിശോധനയിലേക്ക് പോലീസ് കടന്നത്. ഇന്ന് പുലർച്ചെയാണ് ഈ മിന്നൽ പരിശോധന നടത്തിയത്. അതിൽ തീരപ്രദേശങ്ങളിലെ ബോട്ട് ലാൻഡിംഗ് ഏരിയകളിലും അതുപോലെ തന്നെ ഹാർബറുകളിലുമാണ് ഈ പരിശോധന നടന്നത്. സെന്റ് ആൻഡ്രൂസ് മുതൽ കാപ്പിൽ വരെയുള്ള തീരപ്രദേശത്തെ പുതുക്കുറിച്ചി, മരിയനാട്, അഞ്ചുതെങ്ങ്, മാമ്പള്ളി, അരിവാളം, റാത്തിക്കൽ, വെറ്റക്കട തുടങ്ങിയ ബോട്ട് ലാൻഡിംഗ് സെന്ററുകളും അതിനൊപ്പം പെരുമാതുറ, താഴമ്പള്ളി ഹാർബറുകളിലുമാണ് ഈ പരിശോധന പൂർത്തിയാക്കിയത്. അതിലാണ് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ അപ്രതീക്ഷിതമായി ഒരാൾ ലഹരിയുമായി പിടിയിലായത്. പെരുമാതുറ സ്വദേശി അസറുദ്ദീനാണ് ഈ ലഹരി മരുന്നുമായി പിടിയിലായത്. ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. അതിൽ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൂടുതൽ കണ്ണികൾ പിടിയിലാകുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. ഡോഗ് സ്ക്വാഡിന്റെ കൂടി സഹായത്തോടു കൂടിയായിരുന്നു ഈ തെരച്ചിൽ നടത്തിയത്. റൂറൽ നാർക്കോട്ടിക് സെൽ DYSP ആണ് ഈ പരിശോധനയ്ക്ക് ഓപ്പറേഷൻ ഡി ഹണ്ടിന് നേതൃത്വം നൽകിയത്. തിരുവനന്തപുരത്ത് നിന്നാണ് ഒരാൾ പിടിയിലായിരിക്കുന്നത്. തീരമേഖലകളിൽ ലഹരി വലകൾ വ്യാപകമാണ് എന്നുള്ള വാർത്തകൾ എത്തിയിരുന്നു. ഏതായാലും അതിൻ്റെ ഫലമായി നടന്ന പരിശോധനയിലാണ് ഇപ്പോൾ ഒരാൾ പിടിയിലായിരിക്കുന്നത്. ഓപ്പറേഷൻ ഡി ഹണ്ട് അത്രയും ശക്തമായി മുന്നോട്ട് പോകട്ടെ. ഈ ലഹരി വലകളെ നമുക്ക് അറുത്തു മാറ്റേണ്ടതുണ്ട്. കാരണം കുട്ടികളാണ് അതിൻ്റെ ഇരകളായിത്തീരുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ കുട്ടികൾ, അവരെ ആ തരത്തിൽ ലഹരി വലകളിൽ നിന്നും രക്ഷിക്കണമെങ്കിൽ കാര്യക്ഷമമായ പരിശോധന തന്നെ ആവശ്യമുണ്ട്. അത്തരമൊരു വാർത്തയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എത്തിയത്. VS അനുരാഗാണ് വിവരങ്ങൾ പങ്കുവച്ചത്.